ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്ന് അല്ല, നിരഞ്ജന ഇപ്പൊ ഒരാഴ്ച ആയിട്ട് ഇവിടെ ഉണ്ടായിട്ട് അപ്പൊ അമ്മക്ക് വിഷുവിന് കിട്ടണല്ലേ പോവായിട്ട് വല്ലാത്തൊരു സങ്കടം കേട്ടോ. നമ്മളെ പിന്നാലെ ഇങ്ങനെ എപ്പോഴും ഉണ്ടായിട്ട് പോവാതെക്കാനും പറ്റൂല. ഞാൻ ഇനി അപ്പൂസുകളെ കൊണ്ടാക്കാൻ പോവാ. ചേഞ്ച് വ്യത്യാട്ടം ഇവിടെ നമ്മള് കോഴിക്കോട് തൽക്കാലം കണ്ടു. കോഴിക്കോട് കോഴി ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. കാരണം നമുക്ക് സ്ഥലമല്ല, അതിന്റെ സ്മെല്ലടിക്കാൻ ഇവിടെ. കോഴികൾ എപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കള പണിയായിട്ട് അപ്പൊ ഞങ്ങളിവിടെ നമുക്ക് നമ്മളെ റംബൂട്ടാൻ കൊഴിച്ചിട്ടാണ്. ഇപ്പൊ റംബൂട്ടാന്റെ തയ്യ നമ്മൾ എടുത്തുണ്ട്. എന്താ ഇപ്പൊ പറ്റൂല. അപ്പൊ നാളെ സംക്രാന്തി അമ്മ, നാളെ സംക്രാന്തി. നാളെ നമ്മള് അപ്പവും ഇറച്ചിയും ഒക്കെ ഉണ്ടാക്കും. നമ്മളോട് ആരോ പറഞ്ഞിരുന്നു ഇതൊക്കെ ഉണ്ടാക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. വിശേഷത്തില് കമന്റിൽ പറഞ്ഞിരുന്നു. നാളെ മറ്റന്നാളത്തെ വീഡിയോ അതെല്ലാ സ്ഥലത്തേക്കൊന്നുമില്ല. ഈ സംക്രാന്തി പറയുന്ന ഒരു പരിപാടി ഇല്ലേ, വിഷു തലേന്ന് എല്ലാവർക്കും ഉണ്ട്. എല്ലാ നാട്ടിക്കും എല്ലാവർക്കും ഉണ്ടാവും വിഷു. എല്ലാ നാട്ടിക്കും അങ്ങനെ ഉണ്ടോന്ന് പറയണം കേട്ടോ. വിഷു ഇല്ലാതെ അങ്ങനെയല്ല, വിഷു തലേന്ന് ഈ അപ്പോ ഇറച്ചി ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. അതുണ്ടോന്നാണ് ചോദിച്ചത്. അങ്ങനെ അപ്പം മധുരമുള്ള ഉണ്ണിയപ്പോ നെയ്യപ്പോ അതേപോലെ ഇറച്ചി കൊണ്ടുള്ള ഈ പരിപാടി അത് ഉണ്ടാവുമെന്ന് പറയണം കേട്ടോ. നമുക്കറിയില്ല, കാരണം നമുക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് നമ്മളെ വിശേഷം കാണാൻ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അത് ആരൊക്കെയാണ് എവിടെയാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. പിന്നെ വേറെ സംഭവം കൂടി നമുക്ക് പറയാണ്ട്, നമ്മളെ വീഡിയോയിൽ കുറെ കമന്റ് ഇട്ട ആള് വളരെ ബേഡ് പല ഐഡിയകളൊന്നും കമന്റ് ഇടലുണ്ട് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ആളെ നമ്മളോട് വാട്സാപ്പിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ കമന്റ് ഇട്ട ആളെ കിട്ടി നമുക്ക്. പിന്നെ വേറെ ഉണ്ട്, അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും അയാളെ നല്ല മനസ്സ് അല്ലേ, അറിയാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞത്. അല്ല, പഴയ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അതാണ്, പഴയ വീഡിയോ കണ്ടിട്ടില്ല. അപ്പൊ ആ പഴയ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങളെ കുറിച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലായത്. എല്ലാ സാഹചര്യങ്ങളും അയാൾ കണ്ടില്ല. അപ്പൊ വളരെ സന്തോഷം. ഒന്നും നല്ല കേട്ടോ. 2-3 ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. നമ്മളെ വാട്സാപ്പ് നമ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊന്നും പറയാഞ്ഞാലും നമ്മളെ വീഡിയോ നടക്കൂല. എന്തെങ്കിലും എപ്പോഴും സന്തോഷായിട്ടില്ല. കുറച്ചൊരു പണ്ട് കാരണന്മാര് അറിയേ ഒരു കൊന്നിനൊരു കൊണ്ടുണ്ട്. അപ്പൊ എനിക്ക് പോവാൻ നേരം വൈകി. പടക്കൊക്കെ വാങ്ങിട്ട് തയ്യൊക്കെ കൊണ്ടുപോകണം. തൈകൾ അപ്പൊ നമ്മളോട് തൈ മാറ്റിച്ചില്ലേന്ന് ചോദിച്ചേന്നു. 1-2 ആൾക്ക് നമുക്ക് തന്നത് വേണ്ട. അപ്പൊ നമ്മള് തൈ ഒരു പള്ളിയില് നമ്മള് കൊടുത്തിട്ടില്ല, കാരണം അവിടെ കാനലാണ്. അപ്പൊ അവിടെ ഉണ്ടാവില്ല. ചോദിച്ചോട്ടെ. അമ്പലത്തിക്ക് ഞങ്ങള് അമ്പലത്തേക്ക് കൊടുത്തു. പള്ളിക്ക് എന്തെങ്കിലും ഒരു തൈ നമ്മള് ഒരു പഴത്തിന്റെ എന്തെങ്കിലും ഒരു തൈ കൊടുക്കാതെ എല്ലാവർക്കും പക്ഷികൾക്കൊക്കെ അതിനെ കണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ 2 സംഭവത്തേക്ക്. അപ്പൊ പിന്നെ തിരക്കായിട്ട് നമുക്ക് പറയാൻ കൂടിയില്ല. സ്കൂളിൽ നമ്മൾ കൊടുത്തിട്ടില്ല. സ്കൂളിൽ നമ്മളെ പൈസ കൊടുത്ത് നമ്മള് വെച്ചു കൊടുക്കാം. ഇതിപ്പോ നമ്മള് അങ്ങനെ ഇതായില്ലേ, പെട്ടെന്നായിക്കെ. അപ്പൊ നമുക്ക് ചേച്ചിമാർക്കുള്ളതൊക്കെ കൊണ്ടുപോകാണ്. ചേച്ചിമാർക്ക് നമ്മളെ വണ്ടിയിൽ ഇട്ടുണ്ട്. വണ്ടി കയറ്റിക്കോ. എന്തൊക്കെയാ പ്ലാനിങ് ഒന്നും പറയണ്ട അല്ലേ. അതൊക്കെ വന്നിട്ട് ഞങ്ങൾ വന്നിട്ട് റെഡി ആയിക്കൊണ്ട്. അപ്പൂസിന് ഏത് അറിയട്ടെ. ഓൻ അവിടെ പറ്റൂല, അവിടെ മെറ്റലുണ്ട്, അവിടെ കുത്തിയാല് ഇങ്ങനെ ഉണ്ട്, ഇവിടെ സ്ലാബ് ഉണ്ട്, ഒക്കെ ഓനറിയാം. ആ തെങ്ങിന്റെ അടുത്ത് മെറ്റലുണ്ട്, അത് കുത്തിയിട്ട് അത് ആ കുഴി അങ്ങനെ മൂടി. അപ്പൊ അത് അപ്പൂനറിയും, പക്ഷെ നമുക്കറിയില്ല കേട്ടോ. ഇനി ഓരോ പണികൾ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മള് ഇനി എന്തായാലും ഇപ്പൊ ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റ് ആക്കണം. അപ്പൊ അത് ഞങ്ങളെന്നാല് ഞങ്ങൾ അപ്പൂസൊക്കെ അത് പോയി. അപ്പൂസിനും ഇപ്പൊ എന്റെ ഇപ്പൊ ഒന്ന് പുറത്തേക്ക് വരണമെന്നൊക്കെ ഉണ്ട്. പോനെയും പുറത്തേക്ക് ഉണ്ടാവാണ്. അനിയുണ്ട്, അനി വരുന്നുണ്ട്. അപ്പൊ നിങ്ങള് 2 ആളും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിരിക്കട്ടോ. ഇന്നാളത്തെ ഒരു കച്ച ഉണ്ടാക്കാൻ മാമയ്ക്ക് അത് ഓരോ തൈകളും പറഞ്ഞു വെക്കണം. കുറച്ച് വണ്ടി കൊണ്ടുപോകണം നമുക്ക്.
കോഴിയുടെ കൊണ്ടോളെ അനക്കെന്താ വേണ്ടേ ഒരു മുച്ചി തൈ എന്നാ പിടിച്ചോ കിട്ടുമ്പോ വാങ്ങിക്കോ. ഒരു പ്ലാവിന്റെ തൈ നല്ല ഇങ്ങനത്തെ നമ്മളെ അമ്പലത്തേക്ക് എടുത്ത് നമ്മളെ കരിങ്കാളിയ അമ്പലത്തേക്ക് ഇട്ട് നമ്മളെ വീടിന്റെ തൊട്ടടുത്തുള്ള ഇനി പോലെ വെക്കണമെന്ന് നമ്മള് വിളിക്കണ്ടാവും. പ്ലാവ് അമ്മ അമ്മേന്റെ കുട്ടികൾക്ക് മാത്രം നല്ല എടുത്തു അല്ലേ? നിങ്ങൾ മാത്രം നല്ല എടുത്തു നല്ല നോക്കി എടുത്തു ആണ് എന്റെ കുട്ടികളെ ഇല്ല ടൊക്കെ വരെ നമ്മളിങ്ങനെ കിട്ടുന്ന എല്ലാരും 4 5 ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഉള്ളതും കൂടി മാറ്റി വേറെ കൊടുത്തു തികയാത്തോണ്ട്. എവിടെന്ന് ഇത് ഇതാണ് ഞാൻ തുറന്നിട്ട് പറ്റിക്കല്ലേ. ഡിക്കി ഇവിടെ ബാക്കാട്ടോ. ഇനി എത്ര തെങ്ങ് തൈയുണ്ട്? പറ്റൂലേ ഞാനൊരു മാമയ്ക്ക് ഈ മാമേന്റെ കൊടുത്തു. എന്താ പറയാ, മാമയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. സിന്ധു ഓട്ടോറിക്ഷയിലും പോകും. സിന്ധേച്ചിക്ക് തൈ വന്നപ്പോ സുഖല്ലാതെ, അല്ലെങ്കിൽ സിന്ധേച്ചി ആദ്യം എത്തിയെന്നു. എവിടെ എന്റെ തല പോകാണല്ലേ? ഉണ്ടായി അച്ചരി നന്നാക്കി അങ്ങനെ നടക്കും. എന്തൊക്കെ അപ്പു കൊണ്ടുവരണേ? കാണിച്ചെടുത്ത എടാ അമ്മ അമ്മ എടാ അമ്മ കാണാനല്ല അമ്മ ഇതൊക്കെ പടക്ക കുഞ്ഞിക്കിളിയാ പൊട്ടിക്കണ്ട കണ്ണ പറയണ്ടല്ലോ. ഏത് അവൻ തന്നിട്ടില്ല. എത്രാണ് എത്രാണ്? 3 ഏക്കറിന് അവനെ ഇട്ടിട്ടില്ല. എന്താ അറിയില്ല. ഒരു വലിയ പൂവുണ്ട്, വലിയ പൂവ് പറഞ്ഞിട്ടുണ്ട്. വലിയ ഒരു തന്നിട്ടില്ല. അവൻ ഇടാൻ പറഞ്ഞാണ് അതില്. ഞാൻ തന്നോട് പറഞ്ഞോട് നോക്കുന്നു. ഇനി എന്താ കിട്ടാനുള്ള ഇതൊന്നും ഇത് ഒരേക്കർ വലിയ പൂവ് ആയിക്കോട്ടെ സാറില്ല. അതൊക്കെ എന്താ അതുപോലെ പടക്കം പോലെ സാറില്ല. വലിയൊരു പൂ ഇട്ടാ നാളെ നോക്കാം. ഇത്ര വലിയ പൂ വന്നത് പടക്കം പൊട്ടിക്കണ്ട നമുക്ക്. ഏതാണ്ട് ഓടുണ്ടാവില്ല. വന്നു പോകത്ത് ഇത് കൊണ്ടാണ്. അതല്ല ഇത് വേറെ മോഡല, വേറെ പടക്കാണ്. അപ്പൊ നമ്മള് പെണ്ണിനെ കൊണ്ടുപോകാൻ പോയപ്പോ ഇത് മേടിച്ചു പോന്നു. അനിയുണ്ടെന്നപ്പോ ആക്കണ് പടക്കം 2 പേക്ക് പനി മേടിച്ചെടുത്തു. നടുവത്ത് ചേച്ചിമാരെ വീടിന്റെ അടുത്ത് തന്നെയാണ് പടക്കപ്പൊടി. അതുകൊണ്ട് പിന്നെ സുഖാണ്, വാങ്ങി വരാൻ എളുപ്പമായി. അപ്പൊ നമുക്ക് ബർത്ത്ഡേ പറയാനുള്ള 2 ബർത്ത്ഡേ പറയാനുണ്ട് കേട്ടോ. ഒരു ബർത്ത്ഡേ കൊറേ ദിവസം മുന്നേ കഴിഞ്ഞു പോയതാണ്. നമ്മളെ തിരക്കൊണ്ടും നമ്മളെ എന്താ മറന്നതും മറന്നു വിട്ടു പോയതാണ്. അപ്പൊ അതിന്റെ വിശേഷം പറയാനുണ്ട്. അപ്പൊ ഒന്ന് നമ്മളെ എറണാകുളത്തുള്ള സിന്ധു ഹരിദാസ് എന്ന് പറഞ്ഞ സിന്ധു ചേച്ചിന്റെ പേരക്കുട്ടീന്റെ ആണ് കേട്ടോ. കുട്ടീന്റെ പേര് അന്യുത എന്നാണ്. 6ാം പിറന്നാളാണ്. അപ്പൊ അത് കഴിഞ്ഞു പോയി. പക്ഷെ എന്നാലും നമ്മളതില് ക്ഷമ ചോദിക്കാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ക്ഷമിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മള് അപ്പൊ അനിത മോക്ക് വേണ്ടിയിട്ട് എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് വിഷ് ചെയ്യണം. അപ്പൊ നമ്മള് ജന്മദിന ആശംസകൾ നേരിയാണ്. അനിത മോളെ ഫോട്ടോ നമ്മള് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ആളോട് കൊടുക്കാം.
അപ്പൊ എന്താ പറയാനുള്ളത്? അടുത്തത് പെരിന്തൽമണ്ണുള്ള സിന്ധു ചേച്ചിയാണ്. ചേച്ചീന്റെ മോളെ 19ാം പിറന്നാളാണ്. വിസ്മയ ഫോട്ടോ ഉണ്ടോ? ആ ഫോട്ടോ ഉണ്ട്, ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്നലെ കഴിഞ്ഞു പോയി. അപ്പൊ ഇന്നാണ് നമ്മള് വിഷ് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് വിഷ് ചെയ്യാ, ഫോട്ടോ കാണാം. ഇനി നമുക്ക് നമ്മളെ കുടിക്കലിന് വീടിന്റെ കുടിക്കലിന് നമുക്കൊരു ഗിഫ്റ്റ് തന്നതായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് വേറെ ഒന്നുകൊണ്ടല്ല ഇത് അന്ന് കാണിക്കാഞ്ഞത്, നമുക്ക് ഹെയർ ഓയില് വേറെയും കിട്ടിയിരുന്നു, അതുകൊണ്ട് നമുക്ക് അയച്ചു തന്നിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ഹെയർ ഓയിലും കൂടി നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിയില്ലല്ലോ, അതുകൊണ്ട് നമ്മളൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ ഉപയോഗിക്കാം എന്ന് തുടങ്ങാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അത് എടുക്കാതെ നിന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇതേപോലെ അയച്ചു തന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ അത്. അപ്പോൾ ഞാനത് 2 വട്ടം ഒന്ന് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ തലവേദന ഉള്ളത് കാരണമാണ് എല്ലാവരും ഇത് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ സോപ്പ് ഇത് ഹെയർ ഓയിൽ മാത്രമല്ല, സോപ്പ് ഉണ്ട്. ഇതൊന്നും ഞങ്ങൾ ഒരെണ്ണം എടുത്ത് ഉപയോഗിച്ചു. ഇത് 3 സോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളെ അച്ചൂസിന്റെ കുടുംബകാരത്തിൽ അത് നമ്മളടുത്ത് വരുന്ന നമ്മളെ റെഹാന താത്ത ഉണ്ട്, നമ്മളെ അച്ചൂസ് എന്നാണ് പറയാ. അപ്പൊ അങ്ങനെ അച്ചൂസിന്റെ അപ്പൊ അങ്ങനെ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പ്യുവർ ബ്ലിസ്. അപ്പൊ നമുക്ക് ഇത് എന്താന്നറിയോ, അതെ അപ്പൊ ഇതൊക്കെ നല്ല നമ്മള് മരുന്നുകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണ ഹെയർ ഓയിൽ ആട്ടോ. കറ്റാർവാഴ, കറിവേപ്പില, വെളിച്ചെണ്ണ, ചെമ്പരത്തി, കഞ്ഞുണ്ണി കണ്ടെല്ലാം എഴുതിയിട്ടുണ്ട്. കീർനെല്ലി, പേരക്കല, അരിവേപ്പ്, കരിച്ചീരകം, ഉലുവ ഒക്കെ വെച്ചിട്ട് അവര് വീട്ടിലുണ്ടാക്കുന്നതാണ്. അല്ല, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് തലവേദന അല്ലേ ഈ സാധനം പൊട്ടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ ഒരു വട്ടം ഉപയോഗിച്ച് നല്ല സ്മെല്ല. കാരണം ഇത്രയും മരുന്നുകളൊക്കെ എല്ലാ മരുന്നുകളും കൂട്ടി ഉപയോഗിച്ചുണ്ടാക്കിയ കൊറേ കാലായാലും. അതേപോലെ തന്നെ സോപ്പ്, ഇത് പിയേഴ്സ് മോഡല് സോപ്പാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ കൊറേ സംഭവങ്ങൾ കൂട്ടി ഉണ്ടാക്കിയതാണ്. ഞാൻ സോപ്പ് ഇല്ലാതെ കൊറേ നിക്കുന്നു, വെറുതെ പീടിയിൽ പൊട്ടിച്ചപ്പോഴല്ലേ കണ്ട്. നല്ല മണുണ്ട്. അമ്മ പിന്നെന്താ സ്പെഷ്യൽ? എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്താ, ചോറായിട്ടുണ്ട്, എന്തെങ്കിലും കറി ഉണ്ടാക്കിയില്ല. നമ്മള് മറ്റേ ഷോർട്ടിന്റെ നമുക്ക് ഷോർട്ടിന്റെ അവസാന ഭാഗം എടുത്തിട്ടില്ല. എടുക്കാണ്ട് അമ്മേനെ പഠിപ്പിക്കാൻ കുറച്ച് അമ്മയ്ക്ക് വിൽക്കാറില്ല, ശരിക്കറിയും. പിന്നെ അല്ലെ നമ്മള് സാധാ പറയണ മാറ്റി സ്റ്റോറി കണ്ടന്റ് ഉണ്ടാക്കിയാണ് പറയാ. അതാണ് നമ്മളിപ്പോ ഇങ്ങനെ പറയുമ്പോ കണ്ടന്റ് ഉണ്ടാക്കി ഇങ്ങനെ പറയുമ്പോ നമുക്കൊരു മടിയില്ല നേരെ. പക്ഷെ അഭിനയിക്കുക അത് അങ്ങനെയൊക്കെ ഒരു മടിയാണ്. പക്ഷെ നമുക്ക് ഇത് ചെയ്യാനാണ് ഇഷ്ടം, ഒരു സ്റ്റോറി ആക്കിയിട്ട് അല്ലേ. ഒരാൾക്കാര് പറഞ്ഞിട്ട് ഇഷ്ടമുണ്ട് അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ഇങ്ങനെ പറയാന്ന് മാത്രല്ലേ. എന്താ എല്ലാരും ഉണ്ടല്ലോ എന്റെ വാച്ചിൽ സമയത്തിനോട്ടെ എന്റെ വാച്ചിൽ നോക്കട്ടെ. ഉറങ്ങൂരൊക്കെയല്ല അതിന് ഹായ് എടുത്ത ഹായ് എടെ കുണ്ടു. ഇപ്പൊ എല്ലാരും പടക്കം പൊട്ടിക്കാൻ ഒരുങ്ങി നിക്കാണ്. ഇപ്പൊ പൊട്ടിക്കൂല കേട്ടോ, നാളെ നമ്മൾ തുടങ്ങണുള്ളൂ. അല്ലെങ്കിൽ എല്ലാ വർഷവും അപ്പൂസ് ഒരു ആഴ്ച പിന്നെ നേരത്തെ വേണ്ട. ഇപ്പൊ കഴിഞ്ഞ മാസം കൊല്ലം ഇല്ലാത്തോണ്ടേ ഭയങ്കര ആകാംക്ഷയിലാണ്. ഇവിടെ അപ്പുകടയില് മെയിൻ ആള്. അപ്പൊ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പോവാ കിച്ചണില്. അല്ലമ്മ ചിക്കൻ കൊടുന്നില്ലേ നമ്മള്? ചിക്കൻ ഉണ്ടാക്കട്ടെ നമുക്ക്. ചിക്കൻ ഉണ്ടാക്കിയിട്ട് കാണിച്ച് കഴിഞ്ഞിട്ട് പറയാല്ലേ. നമ്മള് ചോറൊക്കെ ഉണ്ടാക്കി തിന്നു. നമ്മള് സ്പെഷ്യലൊന്നും കാണിച്ചില്ല കേട്ടോ. ചിക്കൻ കൊണ്ടുവന്നേന്നു. പിന്നെ നമ്മളെ സ്പെഷ്യൽ ആൾ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാരും ചോദിച്ചത് എവിടെ പോയിന്ന്. കൊറേ ദിവസം സ്കൂള് പൂട്ടിയപ്പോൾ വിരുന്ന് പോയതാ. അപ്പൊ ഇന്ന് വന്നത് അമ്മേന്റെ വീട്ടിക്ക് കൊണ്ടുവന്ന് എന്താ പോണേ? അമ്മയ്ക്ക് ഉറങ്ങി നീച്ച് 26-ാം തീയതി ഇനി പോവാണ്.
കൊറേ പടക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇവൾക്ക് ഓരോ സ്പെഷ്യൽ സാധനങ്ങളാണ്. വിട്ടാ മേലേക്കൊക്കെ പോണതുണ്ട്. അതിന്റെ പേരെന്താ എന്നാലും പേര് കത്തുമ്പോ കാണാം അല്ലേ? നിലത്തുന്നിട്ടുള്ളത് കൊണ്ട് മേലെ പോയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി പൊളിക്കും. നമുക്ക് രാത്രി കാണാതെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാട്ടുന്നത്. അപ്പൂസേ എവിടെ പടക്കോ പൊട്ടിക്കുണ്ടോ? എന്നാ വേഗം കൊണ്ടുവരേ. അന്നിച്ചാ എന്താ ചെറിയ കണ്ടില്ല, ഓനെ കണ്ടില്ല ചെറിയ. ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ ചെറിയ കേട്ടോ, കുടുംബം മൊത്തം കിട്ടിയ ചെറിയാണത്. അപ്പൊ അത് നമുക്കൊന്ന് എങ്ങനെ ടെൻഷനായാലും നമ്മൾ ചിരിക്കും അല്ലേ? ടെൻഷൻ ഉണ്ടാകാൻ ചിരിക്കും. കണ്ടില്ലേ ഓനെ പറഞ്ഞ മനസ്സിലാവും. അല്ല ഞാൻ ഒറ്റയ്ക്ക് ചിരിക്കുമ്പോ എല്ലാരും ഗതിവരെന്താ വെറുതെ ചിരിക്കുന്നത് ആൾക്കാർ. നമ്മൾ ടെൻഷൻ ഉണ്ടായാലും ചിരിക്കും, സന്തോഷം ഉണ്ടായാലും ചിരിക്കും. അമ്മേ എല്ലാരും അവിടെ വായി വെറുതെ ചിരിച്ചോണ്ടിരിക്കണേ. വെറുതെ ഇരിക്കല്ലേ? അതാണ്. എടാ പടക്കം കൊണ്ടുവരേ, അന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓനത് തെരഞ്ഞെടുത്തിട്ടൊക്കെ കൊണ്ടുള്ളൂ. അങ്ങനെ കീശയിലൊക്കെ ഇട്ട് കൊണ്ടുവരുന്നുണ്ട്. ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട. ഇത് വേണ്ടത് നാളെ, ഇത് വിറ്റേന്ന്, അത് വിഷുവിന്റെ ഒന്ന് മതി. അതന്നെയാണോ അതൊരു ഫോട്ടോ എടുക്കാം. ഇന്ന് മാത്രം കത്തിച്ചാ പോരല്ലോ. പാട് ഇന്ന് വിഷു അല്ലേ? മറ്റന്നാളെ വിഷു. വിഷു സ്പെഷ്യൽ. മറ്റന്നാളെ വിഷു. വിഷുനാണോ? ഞാൻ പാടും. ഈ പാട്ട് പാടാം. ഒന്ന് പൊട്ടിച്ച കാണട്ടെ. ചെറുതോട്ടായിട്ടുള്ള എന്താ കണക്ക് പൊട്ടിക്കാൻ പറ്റിയാണ്. സൗണ്ട് കുറവുള്ള അവിടെ തന്നെ നോട്ടെ. എന്ത് പത്ര വേണട്ടെ. അവിടെ അവിടെ അടച്ചിട്ടിച്ച നല്ല സൗണ്ട് ഇത്. ഒന്ന് ഇട്ടിച്ചോട്ടെ. പൊട്ടൂല ഭയങ്കര സൗണ്ടാണല്ലോ. അന്ത പൊട്ടില്ല ഭയങ്കര സൗണ്ടില്. ഒന്നിനും 3 ചായ ചായ കുടിക്കല്. എടുത്ത് ചായ ഇട്ടിട്ടല്ലേ അരിമണിയും ചായ എങ്ങനെ കുടിക്കുക? ന്യൂ ജനറേഷൻ ആണ്, അറിയില്ല. നമ്മളെങ്ങനെ അരിമണിയും ചായ കുടിക്കാന്നറിയോ? അരി വറുത്തത് ചായ എനിക്ക് വാരിട്ടിട്ട് ഇങ്ങനെ കുടിക്കും. ചൂടാണ്. ഇനി എന്താ പൊട്ടിക്കണേ? കഴിഞ്ഞില്ലേ? ഇനി മതി. എന്തൊക്കെ പിത്തന കാട്ടണങ്ങ് ഇനി കുടുങ്ങില്ല. ഇനിയിപ്പോ കുപ്പി ഒന്നും ഉണ്ടാവില്ല. കുപ്പിയും ചട്ടി ഒന്നും ഉണ്ടാവില്ല. ഒക്കെ കേടെടുത്തോനെ. എന്താ വരുന്നേ? പഞ്ചസാര തുറുമ്പാണോ? അപ്പൊ ഞങ്ങള് ചായ അടിക്കട്ടെ എന്നാലേ. നാളെ വരാം അല്ലേ? എല്ലാവർക്കും ബൈ. അനീസ ബൈ.